ഉക്രൈൻ റഷ്യൻ യുദ്ധം കഠിനമാകുന്നതിനോടനുബന്ധിച്ച് അമേരിക്കയുടെയും ഇറ്റലിയുടെയും എംബസികൾ ഉക്രൈനിൽ അടച്ചുപൂട്ടിയതായ വിവരം പുറത്തുവന്നു. ഈ രാജ്യങ്ങൾക്ക് നേരെ അക്രമം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതിനാൽ ഉക്രൈന്റെ തലസ്ഥാനമായ കീവിൽ നിന്നാണ് ഈ രാജ്യങ്ങൾ എംബസികൾ അടച്ചുപൂട്ടി അവരുടെ ഉദ്യോഗസ്ഥരോട് രാജ്യം വിടാൻ വേണ്ടി പറഞ്ഞത്. അത് അമേരിക്കയുടെയും ഇറ്റലിയുടെയും ഗ്രീസിന്റെയും എംബസികൾ അടച്ചുപൂട്ടിയ റിപ്പോർട്ട് ആദ്യം പുറത്തു വന്നു. മറ്റു ചില യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അടച്ചുപൂട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഗൗരവമായിരിക്കുന്ന ആലോചനയിലാണ് എന്ന തരത്തിലുമാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ പരസ്യമായ രീതിയിൽ ഉക്രൈനെ അമേരിക്ക സഹായിക്കുന്നു എന്ന് മാത്രമല്ല, അതോടൊപ്പം ബ്രിട്ടനും യൂറോപ്യൻ രാജ്യങ്ങളും സഹായിക്കുന്നു. അമേരിക്കയുടെ ഇറങ്ങിപ്പോകാനുള്ള പ്രസിഡന്റ് ജോ ബൈഡൻ ഒരു ഉക്രൈൻ അനുഭാവിയും റഷ്യൻ വിരോധിയുമായതിനാൽ പരമാവധി നാശങ്ങളൊക്കെ റഷ്യക്ക് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടനുബന്ധിച്ചാണ് ഇപ്പോഴുള്ള പിന്തുണ എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദീർഘദൂര മിസൈലുകൾ, അമേരിക്കൻ നിർമ്മിതമായിരിക്കുന്ന ദീർഘദൂര മിസൈലുകളും ബ്രിട്ടന്റെ നിർമ്മിതമായിരിക്കുന്ന ദീർഘദൂര മിസൈലുകളൊന്നും ഒരിക്കലും റഷ്യക്ക് നേരെ ആക്രമണത്തിന് ഉപയോഗിക്കരുത് എന്ന് ഈ മിസൈലുകൾ ഉക്രൈന് നൽകുന്ന സമയത്ത് 2 കരാർ പത്രങ്ങളിൽ ഇവർ ഒപ്പുവെച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കൻ നിർമ്മിതവും ബ്രിട്ടൻ നിർമ്മിതവുമായിരിക്കുന്ന ദീർഘദൂര മിസൈലിന്റെ ആക്രമണത്തിന് റഷ്യയുടെ പല നഗരങ്ങളും വിധേയമായിരിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. അപ്പോൾ ബ്രിട്ടൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ പോലും ബ്രിട്ടന്റെ മൗനാനുവാദമില്ലാത്ത രീതിയിൽ ഒരിക്കലും ഉക്രൈൻ സേന അവരുടെ മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കില്ല എന്നുള്ളതാണ്. സ്റ്റോം ഷാഡോ എന്ന മിസൈലാണ് ബ്രിട്ടന്റേത്. അത് കൊടുങ്കാറ്റ് വേഗത്തിൽ പറന്നുകൊണ്ട് ശത്രുഭാഗത്തെ ആക്രമിക്കാൻ പാകത്തിൽ നിർമ്മിച്ചതാണ് ബ്രിട്ടൻ. അത് ദീർഘദൂര മിസൈലിന്റെ ഭാഗമായിട്ടാണ് ഈ സ്റ്റോം ഷാഡോ മിസൈലിന്റെ രൂപകൽപ്പന ഒക്കെ ചെയ്തത്. അതാണ് ഇപ്പോൾ റഷ്യയുടെ കർക്ക് എന്ന് പറയുന്ന മേഖലയെ ആക്രമിച്ചിരിക്കുന്ന വലിയ നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ബ്രിട്ടൻ പരസ്യമായ രീതിയിൽ തന്നെ തങ്ങളെ വെല്ലുവിളിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് റഷ്യ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. അപ്പോൾ ഇത്തരം ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ തങ്ങൾക്കുണ്ട് എന്നുള്ളതും ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തെ പരസ്യമായിട്ട് സഹായിക്കുന്നതോടുകൂടി റഷ്യ വെല്ലുവിളിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ രാജ്യങ്ങളൊക്കെ ചെയ്തത് എന്നതിനാൽ ഇനി ദയാപരമായിരിക്കുന്ന ഒരു നിലപാടൊന്നും റഷ്യയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന തരത്തിലുള്ള മറുപടി പറഞ്ഞതോടുകൂടി ഈ മേഖല കലുഷിതമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് മാറുമെന്ന് ഏറെക്കുറെ ഉറപ്പായി. അതോടനുബന്ധിച്ച് തന്നെയാണ് ഉക്രൈനെതിരെ ആണവ ഭീഷണി വീണ്ടും റഷ്യൻ പ്രസിഡന്റ് ആവർത്തിച്ചത്. ഈ ഒരു അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും തങ്ങൾ ആണവായുധം പ്രയോഗിച്ചുകൊണ്ട് ശത്രുഭാഗത്തെ ശത്രു രാജ്യത്തെ കീഴ്പ്പെടുത്തും, പരാജയപ്പെടുത്തും എന്ന തരത്തിൽ പറഞ്ഞതോടുകൂടി അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. ആണവായുധ കരാർ പത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ രീതിയിലുള്ള വ്യത്യസ്ത രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു കരാർ സംവിധാനത്തിൽ നിന്ന് റഷ്യ പിന്മാറി. പറയുന്ന കാര്യം ഒരിക്കലും ആണവായുധമുള്ള രാജ്യങ്ങളെ ആക്രമിക്കാൻ പാടില്ല. അങ്ങനെ തിരിച്ചു അങ്ങനെ പറയുന്നുണ്ട്. ആണവായുധമുള്ള രാജ്യങ്ങൾ ആക്രമിച്ചാൽ അല്ലാതെ തിരിച്ച് ആക്രമിക്കാൻ പാടില്ല എന്ന തരത്തിലൊക്കെ കുറെ കരാർ വ്യവസ്ഥകൾ ആണവായുധമുള്ള രാജ്യങ്ങൾക്ക് തമ്മിലുണ്ട്. അത് അമേരിക്കയും ഈ ബ്രിട്ടനും ഫ്രാൻസും ഈ റഷ്യയും അടക്കമുള്ള രാജ്യങ്ങളുടെ കരാർ വ്യവസ്ഥ പറയുന്നത് അങ്ങനെയാണ്. ഇത് ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം റഷ്യ പിന്മാറി. ഇനി തങ്ങൾക്ക് തങ്ങളുടേതായിരിക്കുന്ന നിലപാടുകളാണ്. അതായത് ആണവായുധമുള്ള അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഉക്രൈൻ വഴി തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി പ്രോത്സാഹനം നൽകുക എന്ന് പറയുന്നത് ആണവായുധമുള്ള രാജ്യത്തെ നേരിട്ട് ആക്രമിക്കുന്നതിന് തത്തുല്യമാണ് എന്നതിനാൽ ഈ കരാർ പത്രത്തിൽ തങ്ങൾ പിന്മാറുന്നു എന്നാണ് ഈ റഷ്യ പറയുന്നത്. അതുകൊണ്ട് ഈ മേഖല വലിയ രീതിയിലുള്ള യുദ്ധ സന്നാഹത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഏതെങ്കിലും തരത്തിലൊരു ആണവായുധ ആക്രമണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ഈ ഉക്രൈൻ എന്ന് പറയുന്ന മേഖലയെ മാത്രമല്ല യൂറോപ്യൻ മേഖലയെ ആകെ വ്യാപിക്കും എന്നുള്ളതും യുദ്ധത്തിന്റെ രീതികൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതും ഉറപ്പാണ്. അമേരിക്കയാണ് ആദ്യമായിട്ട് ആണവായുധം പ്രയോഗിച്ചത് എന്നുള്ളത് നമുക്കറിയാം. 2ാം ലോക യുദ്ധത്തോടനുബന്ധിച്ച് ജപ്പാനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഹിരോഷിമയിലും നാഗസാക്കിയിലുമാണ് ആ ആണവായുധം ആദ്യം പ്രയോഗിച്ചത്.
അവിടുത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിരിക്കുന്ന ഈ ആണവായുധ ആക്രമണത്തിന് വിധേയമായിരിക്കുന്ന ജപ്പാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എങ്ങനെ പ്രതികരിക്കണം എന്ന് പോലും അറിയാൻ പറ്റാത്തൊരു സ്ഥിതിയായി. ഇന്നത്തെ അമേരിക്കയുടെ സൈനിക ബലവും സൈനിക ശക്തിയും അങ്ങനെ 1940 കാലഘട്ടത്തിൽ 35 മുതൽ 45 കാലഘട്ടത്തിലൊക്കെ ജപ്പാൻ ഉണ്ടായിരുന്നു. ഏതൊരു രാജ്യത്തിലെയും വിഷയങ്ങളിൽ നേരിട്ട് ഇടപെടുന്ന ഒരു രാജ്യമായിട്ട് ജപ്പാൻ അന്ന് മാറുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതൊരു അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണമായതുകൊണ്ട് തിരിച്ച് ആക്രമിക്കാനോ അത് പ്രതിരോധിക്കാനോ സാധിക്കാത്ത വിധം ജപ്പാൻ ആ യുദ്ധത്തിൽ, രണ്ടാം ലോക യുദ്ധത്തിൽ പരാജയപ്പെടുകയാണ്. പരാജയം അവർ സമ്മതിച്ചു. 2 ദേശങ്ങൾ അപ്പാടെ ഇല്ലാതായി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പച്ചപ്പ് പോലും മുളക്കാൻ പറ്റാത്ത വിധം അതികഠിനവും ക്രൂരമായിരിക്കുന്ന ഒരു അക്രമമാണ് ആണവായുധത്തിലൂടെ തങ്ങളുടെ രാജ്യം അനുഭവിക്കേണ്ടി വന്നത് എന്ന് അന്നത്തെ ഭരണാധികാരി പിന്നീട് പ്രതികരിക്കുകയും ചെയ്തു. മനുഷ്യരും മൃഗങ്ങളും ജീവജാലങ്ങളും സസ്യങ്ങളും അടക്കം തകർന്ന് കരിഞ്ഞു പോയിരിക്കുന്ന ഒരു പ്രാകൃതമായിരിക്കുന്ന അല്ലെ വികൃതമായിരിക്കുന്ന ഒരു കാഴ്ച അസഹ്യമാണ്. ആണവായുധം പ്രയോഗിച്ച ആൾ പിന്നീട് ആത്മഹത്യ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. പക്ഷെ ഇവിടെ വിഷയം വരുന്നത് എങ്ങനെയാ എന്ന് പറഞ്ഞാൽ, ജപ്പാനിൽ അമേരിക്ക ആണവായുധം പ്രയോഗിച്ചു, പകരം ജപ്പാൻ അമേരിക്കയിൽ ആണവായുധം പ്രയോഗിച്ചിട്ടില്ല. അത്തരം ഒരു പ്രതികരണങ്ങൾ പോലും ജപ്പാന്റെ ഭാഗത്തുണ്ടായില്ല. അവർ കീഴ്പ്പെട്ടു എന്നവർ സമ്മതിച്ചു. പക്ഷെ ഇവിടുത്തെ വിഷയം, ഉക്രൈനിൽ റഷ്യ ആണവായുധം പ്രയോഗിച്ചാൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ കൈവശത്തിലൊക്കെ ആണവായുധമുണ്ട്, അമേരിക്കയുടെ കൈവശത്തിലുണ്ട്. അത് റഷ്യക്ക് നേരെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ പ്രയോഗം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ സ്ഥിതിഗതികളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന രൂപത്തിലൊന്നും അല്ല ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്രതീക്ഷിത രൂപത്തിലാണ്. റഷ്യ നേരിട്ട് കൊണ്ട് ഉക്രൈൻ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഉക്രൈൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ സൈനിക ബലമൊന്നുമല്ല, വലിയ പിന്തുണ അമേരിക്ക നൽകുന്നുണ്ട് എന്നതിനാൽ തന്നെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഉക്രൈനിൽ ഇത്തരം ആണവ സ്ഫോടന സംവിധാനങ്ങൾ റഷ്യ ഉണ്ടാക്കുകയാണെങ്കിൽ ഉക്രൈൻ തന്നെ റഷ്യയുടെ ഭൂമിയിൽ ആണവ സ്ഫോടനം നടത്താനുള്ള സാഹചര്യങ്ങൾ അമേരിക്ക ഉക്രൈൻ ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ്. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ചെയ്യുന്ന പ്രവൃത്തി അമേരിക്ക അല്ല എന്നതിനാൽ മറ്റൊന്നും പ്രതികരിക്കാൻ വേണ്ടി ലോകത്തിന് സാധിക്കുകയില്ല. ചെയ്യുന്നതാരം ഉക്രൈൻ ആക്രമിച്ചുകൊണ്ട് തിരിച്ചടി എന്ന നിലക്ക് അത് ഉക്രൈൻ തന്നെ ചെയ്തിരിക്കുന്നു എന്ന് പറയും. പിന്നീട് അവിടെ ചർച്ച വരുന്നത് ഉക്രൈൻ ആണവായുധം ഇല്ലല്ലോ എത്തി എന്ന്, എങ്ങനെ അവരുടെ കൈവശത്തിൽ എത്തി എന്നൊക്കെയുള്ളതാണ്. അതൊക്കെ യൂറോപ്യന്മാർക്ക് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് മാറ്റിമറക്കാൻ വേണ്ടി എളുപ്പം സാധിക്കും എന്നുള്ളത് പല യുദ്ധത്തിലും അവർ തെളിയിച്ചതാണ്. സദാം ഹുസൈന്റെ ഇറാഖിനെ UN സഭ അന്വേഷണ വിധേയമായിട്ട് പരിശോധിക്കാൻ വേണ്ടി വിട്ടതിന്റെ ഒരു പ്രധാന കാര്യം അമേരിക്ക ഐക്യരാഷ്ട്രസഭയിൽ UN സഭയിൽ അവതരിപ്പിച്ച ഒരു പ്രമേയമാണ്. ഈ ഇറാഖിന്റെ കൈവശത്തിൽ ആണവായുധമുണ്ട്, അതുകൊണ്ട് അത് പരിശോധിക്കണം. അവരങ്ങനെ നീണ്ടുനിന്ന ഒരു വർഷത്തിലധികം നീണ്ടുനിന്ന പരിശോധനകളൊക്കെ നടത്തിയിട്ട് അവർക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് പിന്നീട് അന്നത്തെ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി പറഞ്ഞു തീർച്ചയായിട്ടും ഉണ്ട്, കണ്ടെത്താൻ സാധിച്ചിട്ടെങ്കിലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അവർ ആവർത്തിച്ചത്. അപ്പോൾ 1-2 ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞിട്ടും UN സഭയ്ക്ക് അത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പിന്നെ അവർ തിരിച്ചു പോന്നു. ഇതേ വിഷയം വീണ്ടും UN സഭയിൽ അവതരിപ്പിച്ചു. അപ്പോൾ പിന്നെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാലത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഈ അമേരിക്ക അടങ്ങുന്ന സൈനിക സംവിധാനങ്ങളെല്ലാം ഇറാഖിൽ പരിശോധന നടത്താൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്ന രീതിയിലേക്കായിരുന്നു കാര്യങ്ങൾ പോയത്. യുദ്ധമൊക്കെ അവസാനിച്ചു, സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റ് ഭരണം അട്ടിമറിച്ചു. അമേരിക്കക്ക് അനുകൂലമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനം നിലവിൽ വന്നതിനോടനുബന്ധിച്ചാണ് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞത്, തങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, തങ്ങൾ അന്ന് പറഞ്ഞ സത്യമല്ലായിരുന്നു, യഥാർത്ഥത്തിൽ ഇറാഖിന്റെ കൈവശത്തിൽ ആണവായുധങ്ങൾ ഇല്ലായിരുന്നു, തങ്ങളത് വെറുതെ പറഞ്ഞതായിരുന്നു, സോറി എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ച് നമുക്കറിയാം. അപ്പൊ ഈ ഒരു സാഹചര്യങ്ങൾ, ഈ ഒരു അവസ്ഥകളും കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് കൃത്യമായ രീതിയിൽ യൂറോപ്യന്മാർക്ക് അറിയാം. അതിന് ലോകത്തിലെ പിന്തുണക്കുന്ന രാജ്യങ്ങളൊക്കെ അവരെ പിന്തുണയ്ക്കുകയും ചെയ്യും. അതിപ്പോൾ റഷ്യയും ചൈനയും ഇറാന് ഈ കൊറിയ പോലെയുള്ള അപൂർവമായിരിക്കുന്ന ചില രാജ്യങ്ങൾ മാത്രമാണ് മാറി നിന്നുകൊണ്ട് പ്രതികരിക്കുക, ബാക്കിയെല്ലാം അനുകൂലമായിരിക്കുന്ന പ്രതികരിക്കും. കാര്യമെന്ന് പറയുന്നത് അവർക്ക് നിലനിൽപ്പും അവർക്ക് ഭയപ്പാടും രാജ്യഭരണം അട്ടിമറിഞ്ഞു പോകുക എന്നുള്ള പേടിയും അങ്ങനത്തെ കുറേ വിഷയങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് അമേരിക്കയുടെ ഈ നിലപാടുകൾ ഏത് തരത്തിൽ എത്തിക്കുമെന്ന് പറയാൻ പറ്റില്ല. റഷ്യ അതികഠിനമായിരിക്കുന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഉക്രൈന്റെ കൈവശത്തിൽ ആണവായുധം എത്തിയിട്ടില്ല എന്ന് പോലും പറയാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു. അങ്ങനെയൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. കാരണം വലിയ രീതിയിലുള്ള ആയുധ കൈമാറ്റങ്ങൾ അമേരിക്ക യുക്രൈന് വേണ്ടിയിട്ട് റഷ്യക്കെതിരെ യുദ്ധം നടത്താൻ വേണ്ടി നൽകിയിരിക്കുന്നു എന്ന് മാത്രമല്ല, അമേരിക്കൻ നിർമ്മിതമായിരിക്കുന്ന ഏതൊരു ആയുധവും റഷ്യക്കെതിരെ പ്രയോഗിക്കുന്നതിന് തങ്ങൾക്ക് എതിർപ്പില്ല എന്നുള്ളൊരു പരാമർശം വന്നിട്ടുണ്ട്. ബ്രിട്ടനും അതേ സാമ്യമായിരിക്കുന്ന ഒരു പരാമർശം നടത്തിയിട്ടുണ്ട് എന്ന് പറയും. ഇതൊന്നും ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ട കാര്യമല്ല.
ഇത് നമുക്ക് ഊഹിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാര്യം എന്ന് പറയുന്നത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയൊക്കെ അതിശക്തമായിരിക്കുന്ന ദീർഘദൂര മിസൈലുകളൊക്കെ റഷ്യ എന്ന് പറയുന്ന രാജ്യത്തേക്ക് ഉക്രൈൻ പ്രയോഗിക്കണമെങ്കിൽ ഇവരെ പിന്തുണയില്ലാതെ നടക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. സ്ഥിതിഗതികൾ അതീവ ഗൗരവമാണ്, അതിഭയങ്കരമാണ്. ഇത് കൃത്യമായ രീതിയിൽ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം വന്നാൽ തീർച്ചയായിട്ടും ഒരു മൂന്നാം ലോക യുദ്ധം പോലും നമുക്ക് പ്രതീക്ഷിക്കാം എന്ന തരത്തിലേക്കാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്.